സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം സങ്കീർത്തനം 25 വാക്യം 13. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 25 സങ്കീർത്തനം 13 വാക്യത്തിൽ സുഖവാസം സാധ്യമോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ ദൈവവചനത്തിൽ കാണുന്നത്. സുഖവാസ കേന്ദ്രങ്ങൾ തേടി പോകുന്നവരുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പ്രകൃതി സൗന്ദര്യം, അതുപോലെയുള്ള പുരാതന ബിൽഡിങ്ങുകൾ, അനേകവിധമായ കരകൗശല കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതുപോലെയുള്ള പല പല കാഴ്ചകൾ, ഇതെല്ലാം കണ്ട് ആസ്വദിക്കുവാൻ, ചുരുക്കത്തിൽ സുഖവാസം തേടി ഈ ലോകത്തിലെ മനുഷ്യർ അനേക രാജ്യങ്ങളിൽ, അനേക ദേശങ്ങളിൽ വളരെയധികം രൂപ ചെലവഴിച്ചുകൊണ്ട് പോകാറുണ്ട്, സുഖവാസം തിരയാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. എന്നാൽ നൈമിഷികമായ ഈ ലോക സംബന്ധമായ സൗന്ദര്യങ്ങൾ ആ ഇടങ്ങളിൽ നിന്ന് കണ്ടതിന് ശേഷം, അഥവാ ആസ്വദിച്ചതിന് ശേഷം അവർ തിരിച്ചു വരുന്നത് നിരാശയോടെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥമായ സുഖവാസം സാധ്യമോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവവചനം നൽകുകയാണ്. സങ്കീർത്തനം 25:12 പറയുന്നത്, യഹോവ ഭക്തനായ അഥവാ ദൈവഭക്തനായ മനുഷ്യൻ ആരാണ്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം ഒരു മനുഷ്യന് അവൻ തിരഞ്ഞെടുത്ത് നടക്കേണ്ടുന്നതായ ആ ദൈവിക വഴി, ആ ദൈവിക മാർഗം കാണിച്ചു കൊടുക്കുന്ന സ്ഥിതി, ആ ഒരു അവസ്ഥയ്ക്ക് നാം നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് ലഭിക്കുന്ന നന്മയാണ് സുഖവാസം. അവൻ സുഖത്തോടെ വസിക്കുമെന്ന് ഇവിടെ പറയുമ്പോൾ അതിനു മുമ്പുള്ള ഈ വാക്യം നാം വായിച്ചേ മതിയാവും. ദൈവഭക്തനായി ജീവിക്കുകയും ദൈവത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് സുഖവാസം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സുഖം പലതരത്തിലുണ്ട്. എന്നാൽ ഒറ്റ വാക്കിൽ ആ യഥാർത്ഥമായ നിലനിൽക്കുന്ന സുഖം ദൈവത്തോടൊപ്പമുള്ളതാണ്. ഒരു പിഞ്ചുകുഞ്ഞിന് അമ്മയും പപ്പയും നൽകുന്ന സാന്നിധ്യം പോലെ അതിലുപരിയായി ഈ അനുഭവം ഒരു ദൈവഭക്തന് ലഭിക്കുന്നതാണ്. മാതാപിതാക്കളെ പിരിഞ്ഞ് കുഞ്ഞുമക്കൾക്ക് ജീവിക്കാൻ സാധിക്കാത്തതുപോലെ ഒരു മനുഷ്യന് ദൈവത്തെ പിരിഞ്ഞ് സുഖവാസം സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവശബ്ദമാണ്, ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ കരമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരവും എവിടെയുണ്ടോ അവിടെയാണ് സുഖവാസം. ആമേൻ.
ആമേൻ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം അഭിഷേകം നിറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാൽ. അഭിഷേകം അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാൽ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗരസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗരസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗരസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗരസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ